ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. സ്പോട്ട് ബുക്കിംഗ് 5000-ൽ നിന്നും 10,000-ആക്കി. അവധി ദിവസമായതിനാൽ ഇന്നും നാളെയും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. പുല്ലുമേടി വഴി വരുന്ന തീർത്ഥാടകരുടെ എണ്ണവും കൂടി. ഇന്നലെ മാത്രം 3600 പേർ ഇതുവഴി സന്നിധാനത്തെത്തി. ബാബറി മസ്ജിദ് തകർത്തതിന്റെ വാർഷിക ദിനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലിലും അധിക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുജിത് സുരേന്ദ്രനാണ് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത് വിവരങ്ങളുമായി ചേരുന്നത്. സുജിത്ത്, ഇപ്പോൾ ഭക്തജന തിരക്കുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ സന്നിധാനത്ത് നിന്ന്? ശബരിമലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരക്ക് വലിയ രീതിയിൽ വർദ്ധിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ മാത്രം 1 ലക്ഷത്തിലധികം ഭക്തരാണ് മല ചവിട്ടിയത്. എന്നാൽ ഇന്ന് ഉച്ചവരെ മാത്രം കണക്കെടുക്കുമ്പോൾ 1/2 ലക്ഷത്തിലധികം ഭക്തർ മല ചവിട്ടി കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായ കണക്കനുസരിച്ചാണെങ്കിൽ 3 മണിവരെ 58,500 പേരാണ് 18ാം പടി ചവിട്ടിയിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി വീണ്ടും തിരക്ക് വർദ്ധിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചയോടുകൂടി തിരക്കിനൊരു അല്പം ആയവുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി വീണ്ടും പമ്പയിൽ നിന്നും ഭക്തർ കൂടുതലായി കടന്നു വരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രാവിലെ മരക്കൂട്ടം വരെ ഏതാണ്ട് നിര നീളുകയും ചെയ്തിരുന്നു. ഭക്തർക്ക് കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാബറി മസ്ജിദ് വാർഷിക ദിനവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലിലും ഒക്കെ ഉള്ളത്. കേന്ദ്രസേനയും അതുപോലെ തന്നെ കേരള പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് ഇന്നലെ നടത്തിയിരുന്നു. ഇന്നും ഇത്തരത്തിൽ റൂട്ട് മാർച്ച് നടത്തുന്നുണ്ട്. ശബരിമല സന്നിധാനത്ത് സുരക്ഷ കൂടുതൽ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി പരിശോധന കാര്യക്ഷമമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജീവനക്കാരുടെ ഒക്കെ തന്നെ കൃത്യമായ രേഖകളും അവരുടെ കൃത്യമായ രേഖകളും അതുപോലെ തന്നെ തിരിച്ചറിയൽ കാർഡുകളും ഒക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഭക്തരെ പരിശോധിക്കുന്നതിൽ ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഇരുമുടിക്കെട്ടുമായി വരുന്ന ഭക്തരെ പരിശോധിക്കുന്നതിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുള്ള സാഹചര്യത്തിൽ സംശയാസ്പദമായി കടന്നു വരുന്നവരെയാണ് പോലീസ് കൂടുതലായി പരിശോധിക്കുന്നത്. ഏതായാലും ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ പോലീസും ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് രാത്രി 11 മണിക്ക് ശേഷമായാലും നട അടച്ചു കഴിഞ്ഞാൽ ഭക്തരെ സന്നിധാനത്തേക്ക് 18ാം പടി ചവിട്ടി കയറിപ്പോകാൻ അനുവദിക്കില്ല. കാരണം ഇവർക്ക് സാധാരണഗതിയിൽ ഇത്തരത്തിൽ വരുന്ന ആളുകളെ 18ാം പടി ചവിട്ടാൻ അനുവദിച്ചതിന് ശേഷം സിവിൽ ദർശൻ ക്യൂ വഴി പിറ്റേ ദിവസം ദർശനം നടത്താറാണ് പതിവ്. പക്ഷേ ഇന്ന് ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഇത്തരം സൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. ഭക്തർക്ക് നിരയിൽ തന്നെ നിൽക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്മേഷ്. സുജിത് സുരേന്ദ്രൻ സന്നിധാനത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.